الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ആദരണീയരായ വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്ന്, തഖ്വയുള്ളവരാകണമെന്ന് ഉത്തമ ബോധ്യത്തോടെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ കാര്യങ്ങൾ നമുക്ക് വിശദീകരിച്ച് തരുന്നതിൻ്റെ ഇടക്ക് ഒരുപാട് കഥകളും ചരിത്രങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ധരിക്കാറുണ്ട്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും തൻ്റെ സ്വഹാബത്തിന് മതപരമായ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവരിൽ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കുവാൻ വേണ്ടി കഥകൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അത്തരത്തിലുള്ള ഒരു സംഭവത്തെയാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് വെക്കുന്നത്. അഖ്റജൽ ബുഖാരി വ മുസ്ലിം, ഇമാം ബുഖാരി മുസ്ലിമും എല്ലാം ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസ്. അൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ അബ്ദുള്ളയാണ് ഈ ഒരു സംഭവം ഉദ്ധരിക്കുന്നത്. അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഞങ്ങളുമായി ഇരിക്കുമ്പോൾ ഈ ഒരു കഥ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ബൈനമാ സലാസത നഫർ യംശൂന അഖദഹുമുൽ മതർ, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ജനതയിൽപ്പെട്ട സ്വാലിഹീങ്ങളായ നല്ലവരായ മൂന്നാളുകൾ ഒരു യാത്രയിലായിരുന്നു. അങ്ങനെ ആ സമയത്ത് അവർക്ക് മഴ വന്നിറങ്ങി. കലശലായ ആ മഴയിൽ ബുദ്ധിമുട്ടിയ അവർ ഇലാ ഗാർ ഫി ജബൽ, അവിടെ കണ്ട ഒരു മലയുടെ മുകളിലേക്ക് കയറുകയും അവിടെയുള്ള ഒരു ഗുഹയിൽ അവർ അഭയം പ്രാപിക്കുകയും ചെയ്തു. ഫൻഹത അലാ ഫമി ഗാരിഹിം സഖറ മിനൽ ജബൽ ഫൻതബഖത അലൈഹിം, അങ്ങനെ ശക്തമായ ആ മഴയിലുണ്ടായ ഉരുൾപൊട്ടലിലും വെള്ളപ്പാച്ചിലും മുകളിൽ നിന്ന് ഒലിച്ചു വന്ന പാറ, മണ്ണ്, അതിലെ വലിയൊരു പാറ നിമിത്തം ഇവർ കയറി ഇരുന്ന ആ ഗുഹാമുഖം അടഞ്ഞുപോയി. ഫഖാല ബഅദുഹും ലിബഅദ്, സ്വാലിഹീങ്ങളായ ആ മൂന്നാളുകൾ പരസ്പരം പറയാൻ തുടങ്ങി, ഉൻദുറു അഅമാലൻ അമിൽതുമൂഹാ സ്വാലിഹ ലില്ലാ ഫദ്ഉ ലില്ലാഹി തആല ബിഹാ ലഅല്ലല്ലാഹ യുഫ്രിജുഹാ അൻകും. നമ്മൾ തള്ളിയിട്ടോ ശ്രമിച്ചിട്ടോ നീങ്ങാത്ത ഈ ഒരു അപകടം, ഈ ഒരു പാറയിൽ നിന്ന് അതിനെ തുറന്ന് പുറത്തേക്ക് പോകാൻ ഇനി അല്ലാഹുവിനല്ലാതെ നമ്മളെ രക്ഷിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും നല്ല സൽക്കർമ്മങ്ങൾ കൊണ്ട് അല്ലാഹുവിലേക്ക് ദുആ ചെയ്യുക. ഇത് പ്രവാചകൻ തന്നെ അവർക്ക് പറഞ്ഞു കൊടുത്തത്. ഇങ്ങനെ അങ്ങേയറ്റത്തെ പ്രയാസം, ഇനി ഒരു മാർഗവുമില്ല എന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട ഒരു മര്യാദയാണ് അല്ലാഹുവിലേക്ക് നമ്മൾ ആരും അറിയാതെ രഹസ്യമായി ചെയ്ത സൽക്കർമ്മങ്ങൾ വെച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് ദുആ ചെയ്യുക. അങ്ങനെ ഒന്നാമത്തെ ആൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഫഖാല അഹദുഹും അല്ലാഹുമ്മ ഇന്നഹു കാന ലി വാലിദാൻ ശൈഖാൻ കബീറാൻ വ ഇംറഅതി വലി സുബി സഗീർ അർആ അലൈഹിം, അല്ലാഹുവേ, എനിക്ക് എൻ്റെ മാതാപിതാക്കളായ ഉമ്മയും വാപ്പയും ഉണ്ട്, അതുപോലെ തന്നെ എനിക്കെൻ്റെ ഇണയുണ്ട്, ചെറിയ മക്കളുമുണ്ട്. അതായിരുന്നു എൻ്റെ കുടുംബം. റബ്ബേ, നിനക്കറിയാം, ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ പ്രാധാന്യം നൽകിയിരുന്നത് എൻ്റെ വാപ്പക്കും ഉമ്മക്കുമായിരുന്നു. അവർക്ക് ഞാനൊരു പ്രത്യേകമായ ഒരു കാര്യം ചെയ്തിരുന്നു. രാത്രിയിൽ വിറക് വെട്ടി വിറ്റ് അങ്ങാടിയിൽ നിന്ന് വരുമ്പോൾ ഞാൻ മൃഗത്തെ കറന്ന് പാല് കൊണ്ടുവന്ന് ഭക്ഷണം പാചകം ചെയ്താൽ ആദ്യം അവർക്കാണ് നൽകുക.
അവർ ഭക്ഷിച്ചതിന് ശേഷം മാത്രമാണ് എൻ്റെ മക്കളും ഞാനും ഭാര്യയും എല്ലാം ഭക്ഷിച്ചിരുന്നത്. ഇതെൻ്റെ ഒരു രീതിയായിരുന്നു. ആത്മാർത്ഥമായി ഞാൻ അവരോട് കാണിച്ച എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലെ സ്നേഹമായിരുന്നു. എന്നാൽ റബ്ബേ, ഒരിക്കൽ ഞാൻ മടങ്ങി വരുമ്പോൾ ഞാൻ ഒരുപാട് വൈകിപ്പോയി. അവർ ഉറങ്ങിയും പോയി. ഞാൻ ആ ഭക്ഷണവുമായി അവരുടെ അടുക്കൽ കാത്തിരുന്നു. അവർ എഴുന്നേൽക്കുന്നത് വരെ ഞങ്ങൾ ആരും ആ ഭക്ഷണം കഴിച്ചില്ല. അള്ളാഹുവാണെ, അന്ന് എൻ്റെ മക്കൾ എൻ്റെ അടുക്കൽ വെച്ച് കരഞ്ഞിരുന്നു. റബ്ബേ, നിനക്കറിയാം. എന്നിട്ടും ഞാൻ എൻ്റെ ആ ആദത്ത്, എൻ്റെ ആ രീതി ഞാൻ മാറ്റാൻ തയ്യാറായില്ല. അങ്ങനെ അവർ രണ്ടുപേരും എഴുന്നേറ്റു. അവർ രണ്ടുപേരും ഭക്ഷണം കഴിച്ചിട്ടാണ് റബ്ബേ ഞാനും എൻ്റെ മക്കളും എൻ്റെ ഇണയും അന്ന് രാത്രി ഭക്ഷണം കഴിച്ചത്. റബ്ബാണെ, അള്ളാഹുവാണെ, ഞാൻ അന്ന് നിർവഹിച്ചത് നിനക്ക് വേണ്ടിയാണെങ്കിൽ, നിന്റെ വജ്ഹ് പ്രതീക്ഷിച്ചു മാത്രമാണെങ്കിൽ, എൻ്റെ മാതാപിതാക്കളോടുള്ള സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ റബ്ബേ, ഞങ്ങൾ ഈ അകപ്പെട്ട അപകടത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. അങ്ങനെ ആ പാറ കുറച്ച് നീങ്ങുകയും ഞങ്ങൾ ആകാശം കാണുകയും ഉണ്ടായി. സഹോദരന്മാരെ, പ്രാർത്ഥിച്ചാൽ അള്ളാഹു അതിന് ഉത്തരം നൽകും. ഇതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് തവസ്സുൽ മശ്റൂ എന്നാണ്. നമ്മൾ പല ജാതി തവസ്സുലുകൾ കേൾക്കാറുണ്ട്. മരിച്ചുപോയ ആളുകളെ വിളിച്ചുകൊണ്ടുള്ള തവസ്സുൽ. എന്നാൽ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്ത തവസ്സുൽ ഇതാണ്: നമ്മൾ ചെയ്ത സൽക്കർമ്മം കൊണ്ട് അള്ളാഹുവിലേക്ക് ദുആ ചെയ്യുക. മരിച്ചുപോയവരുടെ ഹക്കും ജാഹും കൊണ്ടുള്ള ദുആ അങ്ങനെയൊന്ന് ഖുർആനിലോ ഹദീസിലോ പ്രവാചകനോ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടേ ഇല്ല. മറിച്ച് ഇങ്ങനെയുള്ള സൽക്കർമ്മം കൊണ്ടുള്ള ദുആ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമാണ്. അതിനൊന്നാമത്തെ തെളിവാണിത്. രണ്ടാമത്തെ മനുഷ്യൻ പ്രാർത്ഥിച്ചത്, അള്ളാഹുവേ എനിക്ക് രണ്ടാമത്തെ മനുഷ്യൻ അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രാർത്ഥിച്ച കാര്യം രണ്ടാമത്തെ ആൾ പ്രാർത്ഥിച്ചത്, അള്ളാഹുലേക്ക് ഭയപ്പെട്ടുകൊണ്ട് ആ മനുഷ്യൻ പ്രാർത്ഥിച്ചത് ഒരു സ്ത്രീയുമായി ഉണ്ടായ ഒരു സംഭവമായിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ഒരു സ്ത്രീയോട് അദ്ദേഹത്തിന് വല്ലാണ്ട് മഹബത്ത് ഉണ്ടായിരുന്നു. അല്ലാഹുമ്മ ഇന്നഹു കാന ലി ഇബ്ന അം അഹബ്ബതുഹാ കഅശദ്ദി മാ യുഹിബ്ബു റിജാലിൻ നിസാ. ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ വല്ലാണ്ട് കൊതിച്ചു പോയിരുന്ന എൻ്റെ കുടുംബത്തിലെ ഒരു പെണ്ണുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് വട്ടം അവളെ മോഹിച്ചതാണ്, അവളോട് എൻ്റെ മോഹം പ്രകടിപ്പിച്ചതാണ്. എന്നാൽ ഒരിക്കലും അവൾ വഴങ്ങിയില്ല. എന്നാൽ ഒരിക്കൽ നാട്ടിലുണ്ടായ ഒരു പ്രയാസ നിമിത്തം ആ കുടുംബത്തിന് സമ്പത്തിന്റെ ആവശ്യം വന്നു, പൈസയുടെ ആവശ്യം വന്നു. അങ്ങനെ അവൾ എൻ്റെ അടുക്കൽ വരികയും എൻ്റെ അടുക്കൽ പണം ആവശ്യപ്പെടുകയും ചെയ്തു. ഞാൻ ആ അവസരം മുതലെടുക്കുകയും അവളൊക്കെ സമ്പത്ത് നൽകുകയും എന്നാൽ എനിക്ക് വഴങ്ങുകയും ചെയ്യണമെന്ന് അവളോട് പറയുകയുണ്ടായി. എന്നാൽ ഫലമ്മ വഖഅത് ബൈന റിജ്ലൈഹാ ഖാലത് യാ ഇബാദില്ലാഹ് ഇത്തഖില്ലാഹ്. അങ്ങനെ ആ ദുർബല നിമിഷത്തിൽ അവളുടെ ആവശ്യത്തിനു വേണ്ടി അവൾ ആ പണം സ്വീകരിക്കുകയും എനിക്ക് വഴങ്ങുകയും ചെയ്തു. എന്നാൽ ഞങ്ങൾ മുറിയിലേക്ക് കയറിയപ്പോൾ, ഞങ്ങൾ ഒറ്റക്കായപ്പോൾ അവൾ എൻ്റെ മുഖത്ത് നോക്കി ഒരു വാക്ക് പറഞ്ഞു, യാ അബ്ദല്ലാഹ് ഇത്തഖില്ലാഹ്. അല്ല മനുഷ്യ, നിനക്ക് അല്ലാഹുവിനെ പേടിയില്ലേ? അല്ല മനുഷ്യ, നിനക്ക് റബ്ബിനെ പേടിയില്ലേ? ലാ തുഫ്തഹുൽ ഖാതിം ഇല്ലാ ബിഹഖ്. അല്ലാഹു ഹലാലായി നൽകിയതല്ലാത്ത ഒന്നും നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് നിനക്കറിയില്ലേ? ഫഖുംതു അൻഹാ ഫഇന്നഹു കുൻതു തഅലം അന്നി ഫഅൽതു ദാലിക ഇബ്തിഗാഅ വജ്ഹിക്. അല്ലാഹ്, അന്ന് ഞാൻ അവൾക്ക് കൊടുത്ത സമ്പത്ത് അവളുടെ കൈകളിൽ തന്നെ നൽകി. നിന്നെ ഭയപ്പെട്ടുകൊണ്ട് ആ റൂമിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോയത് നിന്നെ ഭയപ്പെട്ടുകൊണ്ടാണെങ്കിൽ ഫഫരിജ് ലനാ മിൻഹാ ഫറജ വഫറജ ലഹും. അന്നത്തെ ആ സൽക്കർമ്മം റബ്ബേ, വേറെ ആരുമില്ല. എല്ലാം ഉണ്ടായിട്ടും ഞാൻ ആ പെണ്ണിന്റെ വാക്ക് കേട്ട് ഇത്തഖില്ല, അള്ളാഹുവിനെ ഭയപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം വിറങ്ങലിച്ചു പോയി. റബ്ബേ, ഞാൻ അന്ന് ഇറങ്ങിപ്പോയത് നിന്നെ ഭയപ്പെട്ടുകൊണ്ടാണെങ്കിൽ റബ്ബേ, ഈ ഒരു അകപ്പെട്ട ഞങ്ങളുടെ പ്രയാസത്തിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമെന്നുള്ളത്. സഹോദരന്മാരെ, ആ പ്രാർത്ഥനയും സ്വീകരിക്കപ്പെട്ടു. വീണ്ടും ആ കല്ല് കുറച്ചുകൂടി നീങ്ങുകയാണ്. സഹോദരന്മാരെ, ഇതൊരു വലിയ പാഠമാണ്. മാതാപിതാക്കൾക്ക് ചെയ്ത ഗുണം ജീവിതത്തിൽ പാലിച്ച് അള്ളാഹുവിനെ ഭയപ്പെട്ട് ഒരു ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കുന്നുവെങ്കിൽ അതൊക്കെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് വെച്ച് ദുആ ചെയ്താൽ സ്വീകരിക്കപ്പെടും. നമ്മുടെ മുമ്പിൽ എന്തൊക്കെ പ്രയാസങ്ങളുണ്ട്, എന്തൊക്കെ വിഷമങ്ങളുണ്ട്, എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ പ്രവാചകൻ പഠിപ്പിച്ചത് ഇത്തരത്തിൽ സൽക്കർമ്മങ്ങൾ മുമ്പിലേക്ക് വെച്ചുകൊണ്ട് നമ്മുടെ സങ്കടങ്ങൾ, നമ്മൾ അനുഭവിക്കുന്ന ജീവിതത്തിലെ കുടിസതകൾ ആത്മാർത്ഥമായി അല്ലാഹുവിലേക്ക് ഉയർത്താൻ കഴിയണം. എന്തെന്നാൽ നമ്മൾ ചോദിക്കുന്നതാണ് റബ്ബിന് ഇഷ്ടം.
പണ്ഡിതന്മാർ പറയുന്നു, ജനങ്ങളോട് കൈനീട്ടുന്നത് ജനങ്ങൾക്ക് വെറുപ്പുളവാക്കുന്നു. ജനങ്ങൾക്ക് ഇഷ്ടമല്ല ചോദിക്കുന്നത്. നമ്മുടെ മക്കൾ പോലും ഇന്നൊരു കളിപ്പാട്ടം ചോദിച്ചു, നാളെയും ഒരു കളിപ്പാട്ടം ചോദിച്ചു, അതിൻ്റെ മറ്റന്നാൾ വേറൊന്നു കൂടി ചോദിച്ചാൽ നമ്മുടെ മുഖം മാറുന്നില്ലേ? നമുക്കത് ഇഷ്ടപ്പെടുന്നില്ല. സ്വന്തം ചോരയിൽ ജനിച്ച മക്കളോട് നമ്മൾ അങ്ങനെയാണെങ്കിൽ റബ്ബ് അങ്ങനെയല്ല. ഇന്ന് നമ്മളൊന്ന് ചോദിച്ചു, നാളെ വീണ്ടും ചോദിച്ചു, വീണ്ടും എത്ര കണ്ട് നമ്മൾ അള്ളാഹുവിലേക്ക് ചോദിക്കുന്നോ അതാണ് റബ്ബിന് നമ്മളോടുള്ള ഇഷ്ടം. അതുകൊണ്ട് ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് ദുആ ചെയ്യുക. പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നവനാണ് അവൻ. ആ ആത്മാർത്ഥമായ റബ്ബിൽ വിശ്വസിക്കുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ആദരണീയരായ വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്നും തഖ്വയുള്ളവരാകണമെന്നും ഉത്തമ ബോധ്യത്തോടെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സഹാബത്തിന് പറഞ്ഞു കൊടുത്ത ആ കഥയുടെ അവസാന ഭാഗം മൂന്നാമത്തെ ആൾ പ്രാർത്ഥിച്ചു. വഖാല ലാഖർ അല്ലാഹുമ്മ ഇൻ കുന്തു ഇസ്തഅജർതു അജീറൻ. അല്ലാഹുവേ, ഞാൻ ഒരുപാട് ജോലിക്കാരെ വാടകയ്ക്കെടുത്ത് കൃഷിയും അങ്ങനെയുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്ന ഒരു മനുഷ്യനാണ്. ഫലമ്മ ഖളാ അലൈഹി വഖാല അഅ്തിനി ഹഖ്. അങ്ങനെ കാലുകൾക്ക് എൻ്റെ ജോലിക്കാർക്കിടയിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. പണിയെടുക്കും, നല്ലപോലെ പണിയെടുക്കും. പക്ഷേ അവൻ ശമ്പളം എന്നിൽ നിന്ന് വാങ്ങിയിരുന്നില്ല. അവൻ്റെ പൈസ അവൻ എടുത്തിരുന്നില്ല. അതെൻ്റെ അടുക്കൽ കൂട്ടി വെക്കുമായിരുന്നു. എന്നാൽ ഒരിക്കൽ അവൻ എന്നോട് പോലും ഒന്നും പറയാതെ എന്നിൽ നിന്ന് എവിടെയോ പോയി. അവൻ ജോലി ചെയ്ത സ്വത്ത് എൻ്റെ അടുക്കൽ അവശേഷിച്ചു. ഞാനാകട്ടെ അതുകൊണ്ട് മൃഗങ്ങളെ വാങ്ങി. എന്നാൽ അള്ളാഹു അതിൽ എന്നെ പരീക്ഷിച്ചു. റബ്ബേ, നിനക്കറിയാമത് റബ്ബേ, ആ സ്വത്തിൽ അള്ളാഹു പുഷ്ടിപ്പെടുത്തി. ആ മൃഗങ്ങൾ പെരുകാൻ തുടങ്ങി. നാളുകൾക്ക് ശേഷം ആ മനുഷ്യൻ ഒരിക്കൽ എൻ്റെ അടുക്കൽ തിരിച്ചു വന്നുകൊണ്ട് പറയുകയുണ്ടായി, എനിക്ക് എൻ്റെ ആ പണം അന്ന് വേണം. ഞാൻ അന്നെടുത്ത ജോലിയുടെ സ്വത്തുണ്ടല്ലോ, അതെനിക്ക് വേണം. ഞാൻ ആ മനുഷ്യനെ വിളിച്ചുകൊണ്ട് പറയുകയുണ്ടായി, ആ കാണുന്ന മൃഗങ്ങളുണ്ടല്ലോ അതെല്ലാം നിൻ്റേതാണ്, അതെടുത്തുകൊള്ളുക. ആ മനുഷ്യൻ എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നീ എന്നെ കളിയാക്കരുത് കേട്ടോ, നീ എന്നെ അപഹസിക്കരുത്. ഞാൻ എൻ്റെ ജോലി ചെയ്ത സമ്പത്താണ് ചോദിച്ചത്. അതിന് നീ ആ മൃഗങ്ങളെ മുഴുവൻ കാണിച്ചിട്ട് കൊണ്ടുപോയിക്കോ, എന്ത് എന്നെ കളിയാക്കുകയാണോ? അവൻ്റെ മുഖത്ത് നോക്കി നിഷ്കളങ്കമായ മുതലാളി പറഞ്ഞു, അല്ലാഹുവാണേ, അത് നിന്റെ സ്വത്താണ്, അത് നിന്റേതാണ്. കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ആ മനുഷ്യൻ പറയുകയാണ്, അങ്ങനെ ആ മൃഗങ്ങളുമായി ആ തോട്ടം വിട്ട് ആ മനുഷ്യൻ കൂട്ടമായി മൃഗങ്ങളെയും കൊണ്ട് ഇറങ്ങിപ്പോയി. അല്ലാഹുവാണേ, അന്ന് ആ മനുഷ്യൻ അതും കൊണ്ട് പോകുമ്പോൾ റബ്ബേ, നിനക്കറിയാം എൻ്റെ മനസ്സ്, ആത്മാർത്ഥമായി ഞാൻ അവന് വേണ്ടി അത് മാറ്റിവെച്ചതാണ്. അല്ലാഹുവാണേ, ഞാനത് തിരിച്ചു നൽകിയത് നിനക്ക് വേണ്ടിയാണെങ്കിൽ റബ്ബേ, ഞങ്ങൾ ഈ അകപ്പെട്ട പ്രയാസത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ. 3 പേരുടെയും ദുആ സ്വീകരിക്കപ്പെട്ടു. അവർ ആ ഗുഹയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഹോദരന്മാരെ, ഇങ്ങനെയായിരിക്കണം നമ്മുടെ ജീവിതം. ഇതാണ് പ്രവാചകൻ പഠിപ്പിച്ച ശർഈയായ മതം പഠിപ്പിക്കുന്ന തവസ്സുൽ. അത് മരണപ്പെട്ടു പോയവരെ വിളിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയല്ല, മറിച്ച് ജീവിതത്തിൽ ചെയ്ത സൽക്കർമ്മങ്ങൾ ആത്മാർത്ഥമായി നമ്മുടെ ഹൃദയം അറിയുന്ന റബ്ബിനറിയാം. അവനെ ഭയപ്പെട്ട് അവന് വേണ്ടി അവൻ്റെ റിള പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നുവെങ്കിൽ നമ്മൾ പ്രയാസപ്പെടുന്ന നിമിഷങ്ങളിൽ അത് അല്ലാഹുവിലേക്ക് വെച്ച് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന സംഭവമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞു തന്നത്. ഇമാം ബുഖാരി മുസ്ലിമും എല്ലാം ഉദ്ധരിച്ച സ്വഹീഹായ സംഭവമാണിത്. സഹോദരന്മാരെ, നമ്മൾ ഇത് പാലിക്കുക. നമ്മുടെ ജീവിതത്തിൽ ദുആകൾ അല്ലാഹുവിലേക്ക് ആത്മാർത്ഥമായി വർദ്ധിപ്പിക്കുക. നിങ്ങൾക്ക് ദുനിയാവാണോ വേണ്ടത്? പ്രവാചകൻ പറഞ്ഞില്ലേ, നിന്റെ ചെരുപ്പിന്റെ വള്ളി പൊട്ടിയാൽ
അതും നീ അള്ളാഹുവിലേക്ക് ചോദിക്കുക. റബ്ബിന് അതിഷ്ടമാണ്. ആത്മാർത്ഥമായി ദുആ ചെയ്യുന്ന, ദുആ വർദ്ധിപ്പിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് സംഭവിച്ച തെറ്റുകൾ, കുറവുകൾ നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണയാ അള്ളാഹ്. അള്ളാഹു, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യണയാ അള്ളാഹ്. ഞങ്ങളുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ഖബറിടം നീ വിശാലമാക്കണയാ അള്ളാഹ്. അവരോട് കരുണ കാണിക്കണയാ അള്ളാഹ്. അള്ളാഹു, ഞങ്ങളെ മക്കളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങൾക്ക് കൺകുളിർമ നൽകുന്ന സ്വാലിഹായ മക്കളാക്കി മാറ്റി തീർക്കണയാ അള്ളാഹ്. അള്ളാഹുവെ, രോഗം കൊണ്ടും കടം കൊണ്ടും പ്രയാസപ്പെടുന്ന ആളുകളുടെ രോഗങ്ങൾക്കും കടങ്ങൾക്കും ശമനം നൽകണയാ അള്ളാഹ്. സഹോദരന്മാരെ, ഈ ആഴ്ചയും കഴിഞ്ഞ ആഴ്ചയും നമുക്ക് വേണ്ടി ഭക്ഷണം പ്രത്യേകമായി ചില സഹോദരന്മാർ നമുക്ക് വേണ്ടി നൽകിയതാണ്. അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് അള്ളാഹു ഒരു ഫർജ് നൽകാൻ, ഒരു ആശ്വാസം നൽകുവാൻ വേണ്ടി അവർ നൽകുന്ന സ്വതക്കയാണ്. നമ്മുടെ ദുആകളിൽ ആത്മാർത്ഥമായി അവരെ ഉൾപ്പെടുത്തുക. അവരിൽ പലരും മാനസികമായി പ്രയാസപ്പെടുന്നവരാണ്, ചില രോഗങ്ങളിൽ നിന്ന് പ്രയാസപ്പെട്ടവരാണ്. പലർക്കും അള്ളാഹു ശിഫ നൽകിയിട്ടുണ്ട്. അള്ളാഹു അവർക്ക് ആഫിയത്തുള്ള പൂർണ്ണമായ ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ ഹലാലായ ആഗ്രഹങ്ങൾ അള്ളാഹു സാധിച്ചു കൊടുക്കുമാറാകട്ടെ. അള്ളാഹു, ഞങ്ങൾക്കും നിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യണയാ അള്ളാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വമിൻഹുമുൽ അഹ്യാഇ വൽ അംവാത്ത്. അല്ലാഹുമ്മ ഫർരിജ് ഹമ്മൽ മഹ്മൂമീന മിനൽ മുസ്ലിമീൻ വനഫിസ് കർബൽ മക്റൂബീൻ വഖ്ളി ദൈന അനിൽ മദീനീൻ വഷ്ഫി മർളാനാ വമർളൽ മുസ്ലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നാ കുന്നാ മിനൽ ളാലിമീൻ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനാ സിഗാറാ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനാ സിഗാറാ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനാ സിഗാറാ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ للمتقين إماما. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. لا إله إلا أنت سبحانك إنا كنا من الظالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه